കുറുപ്പുംപടി സർക്കിൾ ഇൻസ്പെക്ടറെ ക്വാർട്ടേഴ്സിൽ നിന്ന് വിജിലൻസുകാർ 40,000 രൂപ ഇന്നലെ രാത്രി പിടിച്ചു. വിജിലൻസ് ഡയറക്ടർക്ക് ഒരു ഫോൺ കോൾ വന്നു. 40,000 രൂപ കൈക്കൂലി വാങ്ങിച്ച് അയാൾ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടുണ്ട്, ആ പ്രതി അവിടെ നിൽപ്പുണ്ട് എന്ന്. ഇമ്മീഡിയറ്റ് ആയിട്ട് VACB എറണാകുളത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലെത്തി. അവിടെ സെർച്ച് ചെയ്തു. 40,000 രൂപ കിട്ടിയ വിവരം അനുസരിച്ച് 40,000 രൂപ അവിടുന്ന് കണ്ടെടുക്കുകയും ചെയ്തു. അത് കൊടുത്തു എന്ന് പറയുന്ന പ്രവീൺ എന്ന് പറഞ്ഞ ആളും ആ പ്രതിയും അവിടെ നിൽപ്പുണ്ട്. എറണാകുളത്ത് റൂറൽ സൈഡിൽ അവിടെ പെരുമ്പാവൂരും അതുപോലെ തന്നെ കുറുപ്പുംപടി ഏരിയയിൽ മണ്ണ് മാഫിയ വളരെ സജീവമാണ്, ക്വാറി വളരെ സജീവമാണ്, ധാരാളം കൈക്കൂലിയുടെ ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ്. കുറുപ്പുംപടിയിലെ സബ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിനെ പറ്റി നേരത്തെ മുതൽ ആരോപണം ധാരാളമുണ്ട്, കൈക്കൂലിക്കാരനാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ ഇൻ്റലിജൻസ് ഇവിടെ VACBയുടെ ഇൻ്റലിജൻസൊക്കെ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സെർച്ച് ചെയ്തത്. വിജിലൻസിന് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ കിട്ടിയ വിവരം വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് രൂപ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവരം അത് എക്സ്പ്ലെയിൻ ചെയ്യണം. സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ക്വാർട്ടേഴ്സിന് മുമ്പിൽ തന്നെ ആ പണം കൊടുത്ത ആളിനെയും പ്രവീണിനെയും കണ്ടെത്തി. പ്രവീണ് അവിടെ നിന്ന് ആ പുല്ലുവഴിയിലെ ഒരു പാറമടയിൽ അവിടുന്ന് മണ്ണും പാറയും അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി, നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോയതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറുപ്പുംപടി പോലീസ്. അവിടുത്തെ ഇൻസ്പെക്ടറാണ് രാജേഷ് കുമാർ. ഇയാൾ അവിടെ കൊണ്ടുപോയി പണം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതായിട്ടുള്ള വിവരം, അത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും ആയിരിക്കണം ഇത് വിജിലൻസ് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞത്. ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ വളരെ കൃത്യമായ നടപടി എടുക്കുന്ന ആളാണ്. അദ്ദേഹം ഉടൻ തന്നെ VACB എറണാകുളം യൂണിറ്റിനെ അറിയിച്ചിട്ട് അവിടെ ഒരു സെർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇപ്പം ഇതിനകത്തൊരു കേസെടുക്കാതെയാണ് വിജിലൻസ് ഈ 40,000 രൂപ അവിടുന്ന് കണ്ടുകെട്ടിയിരിക്കുന്നത്. അതൊരു സെർച്ച് മെമ്മോ തയ്യാറാക്കിയിട്ട് എടുത്തതായിരിക്കാം. അതിന് റൂറൽ SP ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. ഇനി ഇതിനെ സംബന്ധിച്ച് സോമോട്ടോ ഒരു കേസ് വിജിലൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങേർക്ക് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് ഉടനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോഴും കേസില്ലാതെ ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് അങ്ങനെയാണ് ആ 40,000 രൂപ സീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ചിലപ്പം അതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് പോലീസ് അവിടുത്തെ വിജിലൻസിന് അറിയാം, ഡയറക്ടർക്കും അറിയാം, പ്രതി അവിടെ തന്നെ നിൽക്കുന്നുമുണ്ട്. അവരെ രണ്ടുപേരും ചേർത്തിട്ട് വിജിലൻസിൽ സോമോട്ടോ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഇത് കൈക്കൂലി പ്രശ്നങ്ങളാണ്. കംപ്ലയിൻറ്റ് വേണ്ട, സോമോട്ടോ ആയിട്ട് VACB എറണാകുളം യൂണിറ്റിന് കേസെടുക്കാം. അവർക്ക് ലഭിച്ച ആ വിവരം അനുസരിച്ച് അവിടെ 40,000 രൂപ കൈക്കൂലി സൂക്ഷിച്ചിട്ടുണ്ട്. ആ വിവരം സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവിടെ പോയി സെർച്ച് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് എറണാകുളം റൂറൽ SP സസ്പെൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടെ ഡിസിപ്ലിനറി ആക്ഷൻ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യണം. അതുകൂടാതെ വിജിലൻസിലെ സോമോട്ടോ ആയിട്ട് ഒരു കേസ് ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. എറണാകുളത്ത് അതുപോലെ തന്നെ പെരുമ്പാവൂരും കുറുപ്പുംപടിയൊക്കെ അവിടെ ഈ മൈനിങ് മാഫിയ വളരെ സജീവമാണ്. കൈക്കൂലി വളരെയധികം കിട്ടുന്നൊരു സ്ഥലങ്ങളാണ്. ഈ എറണാകുളത്തെ ഈ പോലീസ് ഇൻസ്പെക്ടറെ പറ്റി വിജിലൻസിന് നേരത്തെ കൈക്കൂലിക്കാരനാണെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള സമയത്ത് ആരോപണങ്ങൾ ധാരാളം വന്നിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിനെ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടില്ല, എങ്കിൽ നടപടിയിലിട്ട് പോകും എന്ന് തന്നെയാണ് വരുന്നത്. അക്കൗണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അതേസമയത്ത് പണം കൊടുത്ത ആൾ അത് എവിടുന്ന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതാണോ അതോ ആരുടെയെങ്കിലും വായ്പ വാങ്ങിച്ച പണമാണോ, അയാളുടെ കൈവശം ഉണ്ടായിരുന്ന പണമാണോ ഈ കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വിജിലൻസ് അന്വേഷിക്കേണ്ടി വരും. ഇവിടെ ഈ കേസെടുത്ത ശേഷം അത് റെഫർ ചെയ്ത് കളയണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് അയാളെ സ്വാധീനിക്കാനായിട്ട് വന്നത്. നേരത്തെ ഈ പ്രതിയായ പ്രവീണിനെതിരായിട്ട് അവിടെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന 1 മാസം മുമ്പം കണ്ടാണ് ആ കേസെടുത്ത്. അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി അതിനകത്തൊരു ഒഫൻസ് ഇല്ല എന്ന് പറഞ്ഞ് എഴുതി റെഫർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ 40,000 രൂപ
കൂടുതൽ ഓഫർ ഉണ്ടോയെന്നും അറിയത്തില്ല. ഏതായാലും അതിനെ സംബന്ധിച്ച് VACBയും അതുപോലെ എറണാകുളം റൂറൽ SP അന്വേഷണം നടത്തി നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്.